മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു FM റേഡിയോ റിസീവർ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു FM റേഡിയോ ആൻറ്റന ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ സൂപ്പർ താങ്ക്സ് വരെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ വലിയ സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ FM റേഡിയോ. നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്പീക്കറും പിന്നെ ഒരു മെയിൻ സർക്യൂട്ട് ബോർഡും ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇതിലൊരു FM ട്യൂണിംഗ് കപ്പാസിറ്ററും മെയിൻ ICയും കുറച്ച് റെസിസ്റ്ററും കപ്പാസിറ്ററും കോയിലും ഒക്കെ കാണുന്നുണ്ട്. AM FM സർക്യൂട്ടുകൾ അടങ്ങിയ ബോർഡാണ് ഇത്. അടുത്തതായിട്ട് ഞാനൊരു ബുക്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചു വച്ചിട്ടുണ്ട്. FM റേഡിയോ റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണിത്. ഇത്രയും ഭാഗങ്ങളിൽ കൂടെ പല പല പ്രോസസ്സുകൾ വഴിയാണ് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കേൾക്കാൻ സാധിക്കുന്നത്. 88 മുതൽ 108 MHz വരെയാണ് FM റേഡിയോയുടെ ഫ്രീക്വൻസി റേഞ്ച്. ആ ഒരു റേഞ്ചിൽ അടങ്ങിയിട്ടുള്ള FM സ്റ്റേഷനുകൾ കേൾക്കാൻ നമുക്ക് ഈ FM റേഡിയോ വഴി സാധിക്കുന്നു. ഇനി ഈ FM റേഡിയോയുടെ ഓരോ ഭാഗവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് FM റേഡിയോ ആൻറ്റന. പലതരം ആൻറ്റനകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന, ടെലിസ്കോപ്പിക് ആൻറ്റന, വിപ്പ് ആൻറ്റന, അങ്ങനെ തുടങ്ങിയ പലതും. ശരിക്കും ഈ ആൻറ്റന ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള FM റേഡിയോ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്ത് റേഡിയോയിൽ എത്തിക്കുക എന്നതാണ്. ഈ ഫോൾഡഡ് ഡൈപോൾ ആൻറ്റനയുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 300 ohms ആണ്. FM റേഡിയോയുടേത് 75 ohms. ഇതിനെ തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 4:1 റേഡിയോ ബാലണും ഉപയോഗിക്കുന്നു. ഈ ബാലൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് എന്നാണ്. ബേസിക്കലി ഇതൊരു ട്രാൻസ്ഫോമറാണ്. ദൂരെയുള്ള FM സ്റ്റേഷനുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന ഉപയോഗിക്കുന്നത്. അടുത്തുള്ള സ്റ്റേഷൻ മാത്രം മതിയെങ്കിൽ ഒരു ടെലിസ്കോപ്പിക് ആൻറ്റന ഉപയോഗിച്ചാൽ മതിയാവും. റേഡിയോയുടെ അടുത്ത ഭാഗമാണ് ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ, BPF എന്നും ഇതിനെ പറയുന്നു. ഇതാണ് ബാൻഡ് പാസ് ഫിൽട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ബേസിക്കലി ഇതൊരു LC ടാങ്ക് സർക്യൂട്ടാണ്. FM റേഡിയോ റേഞ്ച് എന്ന് പറയുന്നത് 88 മുതൽ 108 MHz വരെയാണല്ലോ. ആ റേഞ്ചിലുള്ള സിഗ്നലുകളെ റേഡിയോയിലേക്ക് കടത്തിവിടുകയും ബാക്കിയുള്ളതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് ബാൻഡ് പാസ് ഫിൽട്ടറിൻ്റെ ധർമ്മം. ബാൻഡ് പാസ് ഫിൽട്ടറിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും FM റേഞ്ചിലുള്ള ഫ്രീക്വൻസിക്ക് മാത്രമാണ് കൂടുതൽ ഗെയിൻ ഉള്ളത്. ബാക്കിയുള്ള ഫ്രീക്വൻസിക്ക് ഗെയിൻ കുറവാണ്. FM റേഞ്ചിൽ വരാത്ത മറ്റ് FM റേഡിയോ സിഗ്നലുകളെ തടയാനും ഈ ബാൻഡ് പാസ് ഫിൽട്ടർ ഉപയോഗിക്കുന്നു. ഇവിടെ ഞാനൊരു FM റേഡിയോ റിസീവർ ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ബോർഡിൽ കാണുന്ന ICയുടെ അടുത്തായിട്ട് ഒരു കോയിലും കപ്പാസിറ്ററും ഉണ്ട്. അതായത് LC സർക്യൂട്ടുണ്ട്. ഇതാണ് ബാൻഡ് പാസ് ഫിൽട്ടർ സർക്യൂട്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ICയിലേക്ക് പോയിരിക്കുന്നത്. FM റേഡിയോയുടെ അടുത്ത ഒരു ഭാഗമാണ് ട്യൂൺഡ് RF ആംപ്ലിഫയർ. റേഡിയോയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു RF ബൂസ്റ്റർ സർക്യൂട്ടാണിത്. ഒരു ചെറിയ ടെലിസ്കോപ്പിക് ആൻറ്റന ഉപയോഗിക്കുമ്പോൾ തന്നെ FM സ്റ്റേഷൻസ് ക്ലിയറായിട്ട് കേൾക്കാൻ കാരണം ഈ ഭാഗമാണ്. ഇതാണ് ട്യൂൺഡ് RF ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിലൊരു കോയിലും കപ്പാസിറ്ററും അടങ്ങിയ ഒരു ടാങ്ക് സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ടാങ്ക് സർക്യൂട്ടിൽ ഏത് ഫ്രീക്വൻസിയാണോ റെസൊണേറ്റ് ചെയ്യപ്പെടുന്നത് ആ ഫ്രീക്വൻസി മാത്രമായിരിക്കും ബൂസ്റ്റായിട്ട് ഔട്ട്പുട്ടിൽ വരുന്നത്. ഇവിടെ ട്യൂൺഡ് RF ആംപ്ലിഫയറിൻ്റെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്പെസിഫൈഡ് ഫ്രീക്വൻസിയിൽ മാത്രമാണ് കൂടുതൽ ഗെയിൻ കാണിക്കുന്നത്. FM റേഡിയോ റേഞ്ചിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇൻപുട്ടിൽ ചെറിയ സിഗ്നൽ വന്നാൽ ഔട്ട്പുട്ടിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വലിയ സിഗ്നലായിരിക്കും കിട്ടുന്നത്. ഈ FM റേഡിയോ ബോർഡിൽ ബാൻഡ് പാസ് ഫിൽട്ടറിനോട് ചേർന്ന് കാണുന്ന കോയിലാണ് ആൻറ്റന കോയിൽ. ഈ കോയിലിനോട് ഈ ഗ്യാങ് കപ്പാസിറ്ററിൻ്റെ ഒരു ഭാഗം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് FM റേഡിയോ റേഞ്ചിൽ നിന്നും ആവശ്യമുള്ള സ്റ്റേഷനുകൾ നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഈ FM റേഡിയോ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ICയുടെ ഡാറ്റ ഷീറ്റിൽ കാണുന്ന സർക്യൂട്ട് ഡയഗ്രമാണിത്.
ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ടാങ്ക് സർക്യൂട്ടിലേക്ക് FM RF പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ട്യൂൺഡ് RF ആംപ്ലിഫയർ ഭാഗമാണ് ഈ ICയിൽ നിന്ന് ഈ പിന്നിലേക്ക് ഔട്ട്പുട്ട് വരുന്നത്. അത് നേരെ ഈ ടാങ്ക് സർക്യൂട്ടിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ FM റിസീവറിൻ്റെ അടുത്ത സെക്ഷനാണ് ലോക്കൽ ഓസിലേറ്റർ. ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് ഈ ലോക്കൽ ഓസിലേറ്ററിൻ്റെ ധർമ്മം. 100 മെഗാഹെർട്സിലുള്ള ഒരു FM സിഗ്നൽ റിസീവ് ചെയ്യണമെങ്കിൽ ഈ ലോക്കൽ ഓസിലേറ്ററിൽ 110.7 മെഗാഹെർട്സിലുള്ള ഒരു കാരിയർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. ഇതാണ് ലോക്കൽ ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതൊരു കോൾപിറ്റ്സ് ഓസിലേറ്ററാണ്. FM റേഡിയോയുടെ അടുത്ത ഭാഗമാണ് ഒരു മിക്സർ. ഈ മിക്സറിൽ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. ഇനി ഈ മിക്സർ സർക്യൂട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ട്യൂൺഡ് RF ആംപ്ലിഫയർ സർക്യൂട്ട് പോലെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് ലോക്കൽ ഓസിലേറ്റർ എന്നുള്ള ഔട്ട്പുട്ടും ബേസിലേക്ക് ട്യൂൺഡ് RF ആംപ്ലിഫയർ നിന്നുള്ള ഔട്ട്പുട്ടും കൊടുക്കുന്നു. ഈ 2 ഫ്രീക്വൻസികളും മിക്സ് ചെയ്ത് ഇതിൻ്റെ സമ്മും ഡിഫറൻസും ആയിട്ടുള്ള സിഗ്നലുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എടുക്കുന്നത് ഇതിൻ്റെ കളക്ടറിൽ നിന്നാണ്. കളക്ടറിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ 100 മെഗാഹെർട്സിൽ ഉള്ള ഒരു റേഡിയോ സിഗ്നലാണ് നമുക്ക് റിസീവ് ചെയ്യപ്പെടേണ്ടതെങ്കിൽ ലോക്കൽ ഓസിലേറ്ററിൽ 110.7 മെഗാഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യണം. ട്യൂൺഡ് RF ആംപ്ലിഫയറിലെ ഫ്രീക്വൻസിനെ F1 എന്നും ലോക്കൽ ഓസിലേറ്ററിലെ ഫ്രീക്വൻസിനെ F2 എന്നും എടുത്താൽ മിക്സറിൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് കിട്ടുന്നത് F2 പ്ലസ് F1 F2 മൈനസ് F1 ആയിട്ടുള്ള ഫ്രീക്വൻസികളായിരിക്കും. ഇവിടെ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10.7 മെഗാഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസിയും 210.7 മെഗാഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസിയുമാണ്. ഈ മിക്സറിൻ്റെ ഒരു സ്പെക്ട്രമാണ് ഞാനിവിടെ വരച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 2 ഫ്രീക്വൻസികളിൽ ഇത് കൂടുതൽ ഗെയിൻ കാണിക്കുന്നു. FM റേഡിയോയുടെ IF സിഗ്നൽ എന്ന് പറയുന്നത് 10.7 മെഗാഹെർട്സ് ആണ്. അങ്ങനെ മിക്സറിൽ നിന്നും F2 മൈനസ് F1 എന്ന സിഗ്നലാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത്. ഈ റേഡിയോയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ട്രാൻസ്ഫോമറാണ് ഇതിലെ IF സിഗ്നൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. ഈ IF സിഗ്നൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ഫ്രീക്വൻസിനെയും ഇത് റിജക്റ്റ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള FM റേഡിയോ ബോർഡുകളിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിന് പകരം ഒരു സെറാമിക് ഫിൽട്ടറാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു 3 പിന്ന് സെറാമിക് ഫിൽട്ടർ, അതിൽ 10.7 മെഗാഹെർട്സ് എന്നും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IF ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതും ഒരു ട്യൂൺഡ് RF ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടാണ്. ഇതിൻ്റെ കളക്ടറിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. 10.7 മെഗാഹെർട്സ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ മാത്രമേ ഈ ട്യൂൺഡ് RF ആംപ്ലിഫയർ അഥവാ IF ആംപ്ലിഫയർ വർക്ക് ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. FM റേഡിയോയിൽ സിഗ്നലുകൾ നല്ല MP3 ക്വാളിറ്റിയിൽ കേൾക്കുവാൻ കാരണം ഈ ഒരു ഭാഗമാണ്. അതിനെ ലിമിറ്റർ എന്നാണ് പറയുന്നത്. 2 ഡയോഡുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്ത സർക്യൂട്ടാണ് ഇതിൽ വരുന്നത്. FM റേഡിയോയിലുള്ള നോയ്സ് സ്പൈക്കുകളെ ഇത് കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ അവിടെ നോയ്സ് ഒഴിവാക്കപ്പെടുന്നു. ഇവിടുത്തെ RF സിഗ്നലിൽ നിന്നും ഓഡിയോ സിഗ്നൽ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഡിസ്ക്രിമിനേറ്റർ എന്ന ഭാഗം ഉപയോഗിക്കുന്നത്. FM ഡിറ്റക്ടറിനെയാണ് FM ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയപ്പെടുന്നത്. പലതരത്തിലുള്ള FM ഡിസ്ക്രിമിനേറ്ററുകൾ ഉണ്ട്. സ്ലോപ്പ് ഡിറ്റക്ടർ, റേഷ്യോ ഡിറ്റക്ടർ, അങ്ങനെ പലതും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്വാഡ്രേച്ചർ ഡിറ്റക്ടറാണ്. ബേസിക്കലി ഇതൊരു RF മിക്സറാണ്. ഒരു ഇൻപുട്ടിലേക്ക് IF സിഗ്നൽ നേരിട്ട് കൊടുക്കുകയും മറ്റേ ഇൻപുട്ടിലേക്ക് ഈ IF സിഗ്നലിനെ തന്നെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ 2 സിഗ്നലുകളും മിക്സായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് ഓഡിയോ സിഗ്നലാണ്. ഇവിടെ 2 ഇൻപുട്ടുകളുടെ ഗ്രാഫ് ഞാൻ വരച്ചു വച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓഡിയോ റേഞ്ചിലെ ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റുകൾ കൂടിയ രീതിയിലായിരിക്കും ഡിറ്റക്ടറിൽ നിന്നും ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ബാസ് കുറവും ട്രബിൾ കൂടുതലുമായിട്ടുള്ള ഓഡിയോ സിഗ്നലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ട്രബിളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡി എംഫസിസ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്.
ബേസിക്കലി ഇതൊരു ലോ പാസ് ഫിൽട്ടർ സർക്യൂട്ടാണ്. ഈ FM റേഡിയോയിലെ അവസാനത്തെ സെക്ഷനാണ് ഓഡിയോ ആംപ്ലിഫയർ. റേഡിയോ സിഗ്നലിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുത്ത ഓഡിയോ സിഗ്നൽ സ്പീക്കറിലേക്ക് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിയോ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ക്ലാസ് AB മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിയോ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണിത്. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് CXA 1619BS എന്ന FM റേഡിയോ ICയുടെ ഇൻറ്റേർണൽ ആർക്കിടെക്ചറാണ്. FM റേഡിയോ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ച എല്ലാ ഭാഗങ്ങളും ഒരു ICയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഈ IC ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്യൂൺഡ് RF ആംപ്ലിഫയറും ലോക്കൽ ഓസിലേറ്ററും മിക്സറും അടങ്ങിയ FM ഫ്രണ്ട് എൻഡ് എന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IF ആംപ്ലിഫയർ, FM ഡിസ്ക്രിമിനേറ്റർ, പവർ ആംപ്ലിഫയർ എല്ലാം തന്നെ ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. FM റേഡിയോയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അതിലെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.